എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിലൂടെ പരിപൂർണ മുസ്ലിമാവുന്നത്? ഹൃദയത്തിലൂടെ പരിപൂർണ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം നന്നാക്കിക്കൊണ്ടുള്ള ഇസ്ലാമിയത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും വഴികൾ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ വഴികളിലൂടെ പരിപൂർണമായ രീതിയിൽ മുന്നോട്ടു പോകുമ്പോ ഓരോ മുസൽമാന്റെയും സംസാരം നന്നാകുന്നു, അവന്റെ സ്വഭാവം നന്നാകുന്നു, ആളുകളോടുള്ള ഇടപെടലുകളിൽ ആളുകൾക്ക് വേദനയില്ലാത്ത രീതിയിൽ, ആളുകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ, ആളുകളുടെ ജീവിതത്തിന് ഭാരമാകാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് നിന്നെ കൊണ്ട് പ്രയാസമില്ലാത്ത രീതിയിൽ നീ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീ ഒരു മുസ്ലിമാവുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അൽ മുസ്ലിമു മാ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എങ്ങനെയാണ് ഒരാളെ യഥാർത്ഥത്തിൽ മുസൽമാനാകുന്നത്? നിസ്കാരം കൊണ്ടാണോ, നോമ്പ് കൊണ്ടാണോ, ഹജ്ജ് കൊണ്ടാണോ, മറ്റുള്ള ആരാധന മേഖലകളിലൂടെ സുഹൃതങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണോ? അല്ല അല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാം എന്നുള്ളത് സമാധാനത്തിന്റെ വഴിയാണല്ലോ, അത് സമാധാനം നേടിത്തരുന്ന വഴിയാണല്ലോ, അത് സന്തോഷമുണ്ടാക്കി തരുന്ന വഴിയാണല്ലോ. ആ വഴിയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. നിന്നെ കൊണ്ട് മറ്റൊരാൾക്കും നിന്റെ കൈകളെ കൊണ്ട്, നിന്റെ നാവുകളെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല. നിന്റെ കൈകളെ കൊണ്ട്, നിന്റെ നാവുകളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നിന്റെ നാവിനെ കൊണ്ട്, നിന്റെ കൈകളെ കൊണ്ട് ഒരു മനുഷ്യന്റെയും മനസ്സിൽ മുറിവേൽപ്പുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസൽമാന്റെ സ്വഭാവത്തിന്റെ വഴികൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്, ഇതിന് നമ്മൾ വളരെയേറെ പവിത്രത നൽകേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മെ പോലെ നിസ്കാരമുള്ളവരായി, നോമ്പുള്ളവരായി, ഖുർആൻ ഓതുന്നവരായി, ഹജ്ജ് ചെയ്തവരായി, ഉംറയൊക്കെ നിർവഹിച്ചവരായി, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ജീവിക്കുന്ന നമ്മുടെ അയൽവാസികളാകട്ടെ, കുടുംബക്കാരാകട്ടെ, ഇന്ന് പലരും വിളിച്ചു പറയാൻ തുടങ്ങിയില്ലേ, ഉസ്താദേ അവനെ കൊണ്ട് ജീവിക്കാൻ വയ്യ, അവളെ കൊണ്ട് ജീവിക്കാൻ വയ്യ, അവരുടെ പെരുമാറ്റം ശരിയല്ല, സ്വഭാവം ശരിയല്ല. സ്വഭാവത്തിന്റെ വഴിയിൽ നമ്മുടെ അയൽവാസികൾ നമ്മൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണോ നൽകുന്നത്, അതുപോലെയായിരിക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ ഓരോ മനുഷ്യനെയും അല്ലാഹു വിളിച്ചു ചേർക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം വേണ്ടത് എന്താണ്? നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒരു ഭാഗത്തത് കർമ്മങ്ങളായിട്ട് നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഞാൻ ഒരാളെയും വേദനിപ്പിക്കൂല, അല്ലെങ്കിൽ ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നാവിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മത്തീങ്ങളിൽ അധികം ആളുകളും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് അവന്റെ നാവാണ്.
അതുകൊണ്ടാണ് സൂക്ഷിക്കണം നമ്മൾ ഇതിനെ സംസാരിക്കുമ്പോ, ആളുകളുമായിട്ട് ഇടപെടകുമ്പോ, ആളുകളുമായിട്ട് സംവദിക്കുമ്പോ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട അവയവമാണ് നാവ് എന്നുള്ളത്. നമ്മുടെ ഇടയിൽ നമ്മളെ വല്ലാതെ ഉപയോഗിക്കുന്നതും ഇതിനെ തന്നെയാണല്ലോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നാളെ നരകത്തിന്റെ കൊടിയിലേക്ക് ആളുകളെ മുഖം കുത്തിയിട്ട് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്നത് നാവാണ് സ്വഹാബാ. സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, അല്ലാഹുവിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ അന്ത്യനാളിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നല്ലത് മാത്രം നിന്റെ നാവ് കൊണ്ട് പറയണേ, അല്ല എങ്കിലും ഉണ്ടാതിരിക്കണേ. ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഞാൻ പറയുന്നത് നല്ലതല്ല എന്ന് തോന്നിയാ പിന്നെ ആ ഭാഗം നമ്മളെ പറയാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യം ഇതത്ര നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ഇത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഫിത്നകൾ വർദ്ധിച്ച കാലഘട്ടത്താ നമ്മളുള്ളത്. ഗൈബത്തുകൾ വല്ലാതെ പ്രചരിക്കുന്ന കാലഘട്ടത്താ നമ്മളുള്ളത്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങളെ താക്കീത് നൽകിയ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. എത്രയോ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുകയാണ്. ജാഅ മാഇസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മാഇസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്തിനാ വരുന്നത്? ഫറജമഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ റാബിയ. നബിയേ, എൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ വ്യഭിചാരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. മായിസിനെ ശിക്ഷിക്കണം നബിയേ. ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം നബിയേ. ഒരു തവണ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ള മടക്കി അയച്ചു. ഇല്ല മോനെ, അത് ചിലപ്പോ തോന്നിയതായി പോകുമെന്നുള്ള രീതിയിൽ റസൂലുള്ള മടക്കി അയച്ചു. രണ്ടാമതും വന്നു, റസൂലുള്ള മടക്കി അയച്ചു. മൂന്നാമതും ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നതും അത് തന്നെയാ. നാലാമതും വന്നിട്ട് പറയുന്നു, നബിയേ, മായിസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. വ്യഭിചാരം സംഭവിച്ചതാണ് നബിയേ. അതുകൊണ്ട് ഇസ്ലാമിക ശിക്ഷ എന്താണോ ആ ശിക്ഷ എനിക്ക് നിങ്ങൾ വിധിക്കണം നബിയേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നാലാമത്തെ പ്രാവശ്യം വന്നപ്പോ ഫറജമഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ റാബിയ. ഹബീബായ നബി തങ്ങൾ എറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൽപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച ആ ശിക്ഷയിൽ ബഹുമാനപ്പെട്ട മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു അവിടുന്ന് ലോകത്തോട് വിട പറയുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഫമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമഅഹു നഫറും മിൻ അസ്ഹാബിഹി.
ഹബീബായ നബി തങ്ങളും കുറച്ച് സ്വഹാബികളും ആ വടിയിലൂടെ മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ വടിയിലൂടെ അവർ നടന്നു പോവുകയാ. ആ സമയത്ത് ഫഖാല റജുലുൻ മിൻഹും, ആ കൂട്ടത്തിൽ നിന്ന് സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ ലഹായിനുൻ, ഇന്ന ഹാദാ ലഹായിനുൻ, മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി ഒരു വിഡ്ഢിയാണ്. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറാ, അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറാ കുല്ലു ദാലിക യറുദ്ദുഹു. ഒരുപാട് തവണ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ശിക്ഷ വേണമെന്ന് പറഞ്ഞു വന്നപ്പോ റസൂലുള്ള മടക്കി അയച്ചവരാണ്. പക്ഷേ മായിസ് ഇബ്നു മാലിക് നിന്നില്ല. വീണ്ടും വീണ്ടും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോ റസൂലുള്ള വിധിച്ചതാണ്, ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച ആ ശിക്ഷയ്ക്ക് വിധേയനായിട്ട് നായ ചാവുന്നത് പോലെ മരിച്ചുപോയത് കണ്ടില്ലേ എന്നൊരാള് പറഞ്ഞപ്പോ ഫസഖത അൻഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഹത്താ മർറ ബിജീഫതി ഹിമാരിൻ ശായിലതു രിജ്ലിഹി, ചീഞ്ഞ് നാറുന്ന ഒരു കഴുത, അതിന്റെ കാല് രണ്ടും മേൽപോട്ട് ഉയർത്തപ്പെട്ട കോലത്തിലായിട്ട് അവിടെ കിടക്കുകയാ. അങ്ങനെയുള്ള കഴുതന്റെ അരികിലൂടെ ഹബീബായ നബി തങ്ങളും സ്വഹാബത്തും എത്തിപ്പെടുകയാണ്. ഫഖാല, ഇത് കണ്ടപാട് റസൂലുള്ളാഹി പറഞ്ഞു, കുലാ മിൻ ഹാദാ, അതേ നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്കണേ. ഈ ചീഞ്ഞ കഴുതയിൽ നിന്ന് ചത്ത വീർത്തു നിൽക്കുന്ന കാലുകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു നിൽക്കുന്ന ഈ കഴുതയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫല്ലദീ നിൽതുമാ മിൻ അർളി അഖീകുമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഈ ചീഞ്ഞു നാറുന്ന കഴുതയാണോ ഞങ്ങൾ കഴിക്കേണ്ടത്? ഈ ചീഞ്ഞു നാറുന്ന കഴുതയാണോ ഞങ്ങൾ ഭക്ഷിക്കേണ്ടത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നേരത്തെ നിങ്ങൾ മായിസ് ഇബ്നു മാലിക്കിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിനേക്കാളും നല്ലത് ഈ ശവത്തെ തിന്നലാണ്. അവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ശവത്തെ ഭക്ഷിക്കലാണ് സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഹദീസിന്റെ അവസാനം പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസൂ. മായിസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ? അവരെ സ്വർഗത്തിന്റെ നദിയിൽ ഇങ്ങനെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുകയാ, അവരെ നീന്തി കുളിച്ചു കൊണ്ടിരിക്കുകയാ. സ്വഹാബ, ജീവിതത്തിൽ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ, അതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. സ്വഹാബത്ത് അത് പറയാൻ പാടില്ലായിരുന്നു. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിന് ശേഷം അയാളെ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അറിയില്ലല്ലോ അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മൾ അറിയില്ലല്ലോ. ഏതൊരാളുടെയും ഇടയിൽ തെറ്റുകൾ സംഭവിച്ചാൽ പോലും ആ തെറ്റിന്റെ പേരിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അയാളെ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലൊന്നും അയാളെ കുറിച്ച് പറയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബത്തിനോട് പറഞ്ഞില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്ന അത് സിനയേക്കാളും വലിയതാണ് സ്വഹാബ. അശദ്ദു മിന സിന, സിനയേക്കാളും വലിയതാണ്. നാവ് കൊണ്ടുള്ള ഈ വർത്താനങ്ങളൊക്കെ, ഈ ഫിത്നകളൊക്കെ നാട്ടിലും കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴി ഉണ്ടാക്കുന്ന ഫിത്നകളൊക്കെ അത് ചില്ലറയല്ല, അത് വ്യഭിചാരത്തിനേക്കാളും വലുതാണ്. സൂക്ഷിക്കണത്. ബസ് സ്റ്റോപ്പിലിരുന്നു കൊണ്ട്, അങ്ങാടിയിലിരുന്നു കൊണ്ട്, യാത്ര ചെയ്യുന്ന സമയത്ത്, പള്ളിയുടെ കൊലായിലിരുന്നു കൊണ്ട്, പള്ളിയുടെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട്, എവിടെയെല്ലാം ഉമ്മമാരാണെങ്കിൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഫോൺ വിളിച്ചും അല്ലാതെയും കാണുന്ന ആളുകളോടും, കല്യാണത്തിന് കൂടുമ്പോഴും സൽക്കാരത്തിന് കൂടുമ്പോഴും ആളുകളോടൊക്കെ നമ്മൾ അറിഞ്ഞ നമ്മുടെ അയൽവാസിയെ പറ്റി അല്ലെങ്കിൽ കുടുംബത്തിനെ പറ്റി അവർ മറ്റുള്ളവരോട് ഇത്, മറ്റുള്ളവരൊരിക്കലും എന്റെ ഈ പ്രവർത്തനങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ചവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബ അൽ ഫിത്നതു അശദ്ദു മിനസ് സിനാ, ഫിത്ന വ്യഭിചാരത്തിനേക്കാളും വലുതാണ്. ഹബീബായ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് നബിയേ, അതെങ്ങനെയാണ് നബിയേ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തില്ല. സ്വഹാബ, ഒരാൾ വ്യഭിചരിച്ചിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. സ്വഹാബ, എന്നാൽ നിങ്ങൾ ഒരാളെ ഫിത്ന പറഞ്ഞു, അയാളെ കുറ്റപ്പെടുത്തി, അവഹേളിച്ചു, അയാളെ മനസ്സ് വേദനിച്ചു, സുബ്ഹാനല്ലാഹ്, അയാളത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാതെ നിങ്ങളുടെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. സ്വഹാബ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിലുള്ള വലിയ തഴമ്പ് വെച്ചിട്ട്, കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് 100, 200, 200, 300, 500 ഒക്കെ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി കൂട്ടി വെക്കുന്ന ആളുകള്, സമയം കിട്ടുമ്പോ ആരെയെങ്കിലും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഫിത്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറിയണേ, ആരെയെങ്കിലും നമ്മൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിത്ന പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് ചില്ലറ വിഷയമല്ല. ഇസ്ലാം എന്നുള്ളത് വെറുമൊരു നിസ്കാരം കൊണ്ട് തീരുന്ന വിഷയമല്ല, നോമ്പ് കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല, ഹജ്ജ് ഉണ്ടായത് കൊണ്ടൊരിക്കലും പൂർണ്ണ മുസ്ലിമായി എന്ന് പറയാൻ പറ്റൂല. നിന്റെ നാവ് കൊണ്ട് മരിക്കുന്നത് വരെ ഒരാൾക്കും ഇടങ്ങേറില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമോ? റസൂലുള്ളാഹി ഈ വിഷയത്തിൽ വല്ലാതെ കാർക്കശ്യം പുലർത്തിയിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂടെ മറ്റൊരു സ്വഹാബിയും അവരൊരു യാത്രക്കൊരുങ്ങുകയാണ്. അവരെ യാത്രക്കൊരുങ്ങുന്നു, യാത്ര പുറപ്പെടുന്നു. വഴിയിൽ വെച്ചിട്ട് അവരെ വിശ്രമം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വന്നിരുന്ന സ്വഹാബിയും നല്ല ഉറക്കിലാണ്. കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്വഹാബിയും നല്ല ഉറക്കിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടിലൊരാളെ പറഞ്ഞു, ഇന്ന ഫുലാനൻ ലനവും, അതേ ഇയാള് നല്ല ഉറക്കിന്റെ ആളാണല്ലോ, ഇയാള് നല്ല ഉറക്കക്കാരനാണല്ലോ, വല്ലാണ്ടങ്ങ് ഇയാള് ഉറങ്ങാണല്ലോ. ഇതങ്ങ് പറഞ്ഞത് രണ്ടിലൊരു സ്വഹാബിയാണ്. ഒരാള് പറഞ്ഞപ്പോ മറ്റേയാള് കേട്ടതാ.
അയാളെ വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്തു. കടിക്കാൻ വേണ്ടിയിട്ട് സുപ്രയുടെ മുന്നിൽ വന്നിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള പാത്രത്തിൽ നിന്ന് കറിയെടുക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ നീട്ടിയപ്പോ മുത്ത് റസൂലുള്ളാഹി കൊടുത്തില്ല. ഹബീബായ നബി തങ്ങൾ അബൂബക്കർ തങ്ങൾക്കും ഉമർ തങ്ങൾക്കും കറി കൊടുത്തില്ല. നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയാകുന്ന അബൂബക്കർ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഞങ്ങൾക്ക് കറി വേണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പല്ലിന്റെ മുമ്പാകത്തുള്ള പല്ലില്, നിങ്ങളുടെ മുമ്പാകത്തുള്ള പല്ലില് സ്വഹാബ ഞാൻ മാംസം കാണുന്നുണ്ട്. സ്വഹാബ നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല, മാംസത്തിന്റെ ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മാംസത്തിന് വേണ്ടിയിട്ട് കൈനീട്ടിയ സ്വഹാബത്താകെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബി പറഞ്ഞതോ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം. ഇന്നീല അറാ ലഹ്മഹു ബൈന സനായാകുമാ. സ്വഹാബ നിങ്ങളുടെ മുമ്പല്ലിൽ ഞാൻ ഭക്ഷണം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പല്ലിൽ മാംസം കാണുന്നുണ്ട്. നിങ്ങൾ ഇതെടുക്കേണ്ട ആവശ്യമില്ല. മഹാനരാകുന്ന സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞങ്ങളെ കടിക്കാൻ വേണ്ടിയിട്ട് തങ്ങളോടൊപ്പം ഇരുന്നതാണ് നബിയെ. ഇതിനു മുമ്പ് ഞങ്ങളെ ഭക്ഷണം കടിച്ചിട്ടില്ല, ഞങ്ങളെ നേരത്തെ ഭക്ഷണം കടിച്ചിട്ടില്ല, ഞങ്ങളുടെ വായിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ അംശങ്ങൾ കടന്നു പോയിട്ടില്ല നബിയെ. പിന്നെങ്ങനെയാണ് ഞങ്ങളുടെ വായിൽ മാംസം കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, അബൂബക്കർ ഉമറേ നേരത്തെ നിങ്ങൾ മറ്റവരെ പറ്റിയിട്ട് അയാള് വലിയ ഉറക്കിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ പല്ലിൽ അയാളുടെ മാംസത്തിന്റെ അംശം കാണുന്നു സ്വഹാബ. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് മാപ്പ് തരണം നബിയേ, പുറത്തു തരണം നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വഹാബ എനിക്ക് ആകാശത്ത് 2 മന്ത്രിമാരുണ്ട്, ഭൂമിയിൽ എനിക്ക് 2 മന്ത്രിമാരുണ്ട്. ഭൂമിയിൽ എന്റെ 2 മന്ത്രിമാരൊന്ന് അബൂബക്കറാണ്, മറ്റൊന്ന് ഉമറാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഒരംശം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. കാരണം അവരാണ് ആദ്യമായിട്ട് മുസ്ലിമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളെ വളരെയേറെ സ്നേഹിക്കുകയും പരിശുദ്ധമായ ദീനിൽ വല്ലാതെ അങ്ങ് വിശ്വാസം അർപ്പിക്കുകയും അല്ലാഹുവിനും റസൂലിനും വേണ്ടിയിട്ട് എല്ലാം സമർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ
ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബ, ആരെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്, ആരുടെ അഭിമാനത്തിനാണോ നിങ്ങളെ ക്ഷതമേൽപ്പിച്ചത്, ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്, അവരോട് പോയിട്ട് നിങ്ങൾ മാപ്പ് ചോദിക്കണേ. മുറാഹു ഫല്യസ്തഗ്ഫിർ ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് ചോദിക്കാൻ ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് അയാളുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയണേ സ്വഹാബ. അവരോട് പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ പറയണേ സ്വഹാബ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടിയിട്ട് പറയണേ സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇവരൊക്കെ ജീവിച്ചു പോയ ആ വഴിയിൽ ഒരാൾ പൂർണ്ണ മുസ്ലിമാകേണ്ടത് എങ്ങനെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോഴരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്ന് പോലും അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടായപ്പോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, പറ്റൂല, നന്നാകണം, സ്വഭാവം നന്നാക്കണം. പൂർണ്ണ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാക്കി ജീവിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരാൾക്കും ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരാൾക്കും ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകണം. ഇന്നലകളിൽ ജാഹിലിയ കാലഘട്ടത്ത് ജീവിച്ച പോലെയുള്ള സംസ്കാരങ്ങളെ പാടില്ല. ഇസ്ലാമിനെ പുറത്തുള്ള ആളുകളെ കാണിക്കുന്ന ദുഷിച്ച സംസ്കാരങ്ങൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ആരെ പറ്റും ഫിത്ന പറയാം, ഗീബത്ത് പറയാം, കളവ് പറയാം, അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മുസ്ലിമായ ഒരാൾ എങ്ങനെയായിരിക്കണമെന്ന് സ്വഭാവത്തിന്റെ വഴിയിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ നമ്മൾ അറിയണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിഷയത്തിന്റെ പേരിൽ അടുത്തു വന്ന് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയോ എന്ന് പോലും സംശയമാണെന്ന് ചരിത്രം പറയണില്ലേ? എന്താ ഉണ്ടായ പ്രശ്നം? യുദ്ധത്തിന് വേണ്ടിയിട്ട് അണിനിരക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, കറുത്ത പെണ്ണിന്റെ മോനെ, കളിയാക്കി. അറിയണം, നമ്മള് സ്വഹാബികളുടെ ഇടയിലാണ് ഈ സംഭവിക്കുന്നത്. രണ്ടുപേരും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ അധിക്ഷേപിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചൊന്നും പറഞ്ഞില്ല. നേരെ പരാതി പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ചെന്ന് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അബൂദർനെ അധിക്ഷേപിച്ചിട്ടുണ്ട് നബിയേ, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചിട്ടെന്നെ കളിയാക്കിയിട്ടുണ്ട് നബിയേ. സയ്യിദുനാ ബിലാൽ തങ്ങളെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പരാതി പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് സലാം പറയുന്നു. റസൂലുള്ളാഹി മടക്കിയില്ല.
ആലോചിച്ച് നോക്കണം. സ്വഹാബികളുടെ കൂട്ടത്തിൽ വെച്ച് ആദ്യം റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനോട് ആദ്യം സലാം പറഞ്ഞ ആളാണ് മഹാനരായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നേരത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഉടനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇം സബാഹൻ യാ അഖൽ അറബ്. അന്നത്തെ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അഭിവാദ്യ രീതി അങ്ങനെയായിരുന്നു. ഇം സബാഹൻ യാ അഖൽ അറബ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, ഞങ്ങൾക്കൊരു അഭിവാദ്യ രീതിയുണ്ട്. ഇതല്ല നിങ്ങൾ ഈ പറഞ്ഞതല്ല. പിന്നെ ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് കേട്ടപാടെ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം പറഞ്ഞു. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ തങ്ങളാണ് പിന്നീട് ബിലാൽ തങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നമുണ്ടായപ്പോ, വിഷയമുണ്ടായപ്പോ പോയി റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി മടക്കിയോ എന്ന് സംശയമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കിയോ എന്ന് സംശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അബൂദർറേ, ബിലാലിനെ നിങ്ങൾ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളിൽ ജാഹിലിയ സംസ്കാരമുണ്ടല്ലോ സ്വഹാബാ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഇങ്ങനെ ശകാരിച്ചത്. ഇതൊരു മുസ്ലിമിന് ചേർന്ന പണിയല്ല സ്വഹാബ. ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല, ആരെയും അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ഒരിക്കലും മുസ്ലിമീങ്ങൾക്കുള്ള സംസ്കാരമല്ല അത്. യഥാർത്ഥ മുസ്ലിമിന്റെ സംസ്കാരമല്ല മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. അബൂദർറേ, സലാം മടക്കാതിരുന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഇത് ജാഹിലിയാക്കളുടെ സംസ്കാരമാണ്, മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു യോഗം നടക്കുമ്പോ, ഒരു ജനറൽ ബോഡി നടക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ സംഘടനാ ബേസിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോ ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മളൊക്കെ വിളിച്ചു പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും തരം താഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ മുസ്ലിമീങ്ങളാണോ? വീട്ടിൽ ചില കോലാഹലങ്ങൾ ഉണ്ടായാൽ, വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കുടുംബപരമായിട്ട് സ്വത്തിന്റെ പേരിൽ, സമ്പാദ്യത്തിന്റെ പേരിൽ, മുതലിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരസ്പരം വിളിച്ചു പറയുന്ന അശ്ലീലതകളും പരസ്യപ്പെടുത്തുന്ന കുപ്രചരണങ്ങളും സത്യത്തിൽ നമ്മൾ മുസ്ലിമീങ്ങളാണോ? അറിയണം, നമ്മള് പഠിക്കണം. നമ്മള് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ വല്ലാണ്ട് അങ്ങ് വേദനിച്ചു ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി തങ്ങൾക്ക്. വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സന്നിധിയിൽ വെച്ച് മാപ്പ് പറഞ്ഞു, പൊരുത്തപ്പെടിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷേ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിന്നെ പടക്കാൻ തുടങ്ങി, സങ്കടപ്പെടാൻ തുടങ്ങി. സംഭവിച്ചുപോയി, അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ആ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പേരിൽ അങ്ങ് പറഞ്ഞു പോയതാ. നേരെ ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു ഭാഗത്ത് ചെന്ന് മണലിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. കവളിന്റെ ഒരു ഭാഗം മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നു. ഒരൽപ്പം കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു വന്നു. ബിലാൽ തങ്ങളെ അടുത്തെത്തിയപ്പോ കിടക്കുന്നത് കാണുന്നു അബൂദർ അൽ ഗിഫാരി തങ്ങള്. എന്തു പറ്റി അബൂദർറേ?
ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഗിഫാരി തങ്ങൾ അടുത്ത് നിന്നിട്ട് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോ അബൂ ദറുൽ ഗിഫാരി തങ്ങൾ ബിലാൽ തങ്ങളെ കാലങ്ങ് പിടിച്ചു. മാപ്പ് തരണേ ബിലാൽ, അറിയാതെ പറഞ്ഞു പോയതാണ് ബിലാൽ, പൊരുത്തപ്പെടണേ ബിലാൽ. ഈ ഭൂമിയിൽ ചവിട്ടിയിട്ടുള്ള, ഈ മണ്ണിൽ ചവിട്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ കാലുകൊണ്ട് എന്റെ കവളിലേക്കൊന്ന് ചവിട്ടുമോ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു കരയുന്നു. എന്താ അബൂ ദർറേ നിങ്ങൾ പറയുന്നത്? സുജൂദ് ചെയ്യുന്ന മുഖത്തേക്ക് ചവിട്ടാനാണോ നിങ്ങൾ പറയുന്നത്? സുജൂദ് ചെയ്യുന്ന മുഖത്തിന് നേരെ കാലുയർത്താനാണോ നിങ്ങൾ പറയുന്നത്? അതേ ബിലാൽ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. മാപ്പ് തരണേ ബിലാൽ. അവരുടെ കാലങ്ങ് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഗിഫാരി തങ്ങൾ അവരുടെ കവളിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചു. സയ്യിദുനാ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നതിനിടയിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് എത്ര വട്ടമാ നമ്മളെ ഫിത്ന പറഞ്ഞതൊന്ന് ഓർത്തു നോക്കുമോ? വാട്സപ്പിലൂടെ എത്രമാത്രമാ നമ്മളെ ഫിത്ന പ്രചരിപ്പിച്ചതൊന്ന് ഓർത്തു നോക്കുമോ? വീട്ടിലെത്തിയാൽ കുടുംബത്തിനോട് ആരെക്കുറിച്ച് എന്തൊക്കെയാ നമ്മളെ പറഞ്ഞതെന്ന് ഓർക്കുമോ? ചങ്ങാതിമാരെ കാണുമ്പോ, അല്ലെങ്കിൽ ജോലിക്കാരെ കാണുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരെ കാണുമ്പോ, അയൽവാസികളെ കാണുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരൊരുമിച്ചു കൂടുന്ന സ്ഥലത്ത് മൂന്നാമതായി നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കുമോ? അവരിഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ നമ്മളെ പറഞ്ഞത്? അവരുടെ മനസ്സിന് വേദനിച്ചിട്ടുണ്ടാകുമോ നമ്മളെ പറഞ്ഞത്? അറിയണേ, സ്വഹാബത്തിന്റെ ജീവിതം അവരൊരു പൂർണ്ണ മുസ്ലിമായിട്ടുള്ള ജീവിതമാ. സ്വഭാവം കൊണ്ടവരല്ലാഹുവിനെ പേടിച്ചവരാണ്. ഈമാനിന്റെ പ്രകാശം അവരുടെ കൽവിൽ ഉറപ്പിച്ചവരാണ്. ഈമാനിന്റെ പ്രകാശം അവരുടെ കൽവിൽ കടന്നു വന്നത് എപ്പോഴാ? സ്വഭാവം നന്നായപ്പോഴാ. ചിലപ്പോഴൊക്കെ നമ്മളെ പറഞ്ഞു പോകാറില്ലേ? ടെൻഷന് കൊണ്ടാ പറഞ്ഞു പോകുന്നത്, ടെൻഷന് കൊണ്ടാ പലതും വിളിച്ചു പറയുന്നത്, ടെൻഷന് കൊണ്ടാ പലതും നമ്മൾ ചെയ്തു പോകുന്നത്. മുഅ്മിനേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ടെൻഷനോളമൊന്നും ദുനിയാവിൽ നമ്മുടെ മരണം വരെ നമുക്ക് അനുഭവിക്കാനില്ല. സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗങ്ങളൊന്നും നമുക്ക് സഹിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്ത് അവരനുഭവിച്ച വേദനകളും അവരനുഭവിച്ച യാതനകളും അവരനുഭവിച്ച പീഡനങ്ങളൊന്നും നമ്മൾക്കിന്ന് അനുഭവിക്കാനില്ല. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് ഗീബത്തുകളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, മറ്റുള്ളവരെ കുറിച്ച് കൊണ്ടുള്ള ഫിത്നകളാ. പലരെ കുറിച്ചും നമ്മൾ പോസ്റ്റർ ഇട്ടു, പലർക്കെതിരെയും നമ്മൾ മെസ്സേജ് അയച്ചു, പലരുടെയും ജീവിതത്തിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, എവിടെയാ നമ്മളിത് കൊണ്ടുപോയി വെക്കുക? എവിടെയാ നമ്മളിത് കൊണ്ടുപോയി വെക്കുക? എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സിനിങ്ങനെ ആശ്വാസം കൊള്ളുകയാ. ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോന്ന ആളാണല്ലോ, ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണല്ലോ, അതേപോലെ തന്നെ ഖുർആനൊക്കെ ഓതുന്ന ആളാണല്ലോ, ദാനധർമ്മം ചെയ്യുന്ന ആളാണല്ലോ. പരിപൂർണ മുസ്ലിമിന്റെ അടയാളം എന്താ?
നിന്നെ കൊണ്ട് ഒരാൾക്കും നിന്റെ നാവ് കൊണ്ട് പ്രയാസമുണ്ടായിട്ടില്ല എങ്കിൽ, നിന്റെ കൈകളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എങ്കിൽ, അവർക്കൊന്നും നിന്നെ കൊണ്ടൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എങ്കിൽ, നീ യഥാർത്ഥത്തിലുള്ള മുസ്ലിമാ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സദസ്സ്, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നിമിത്തമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നാക്കാൻ അല്ലാഹു നിമിത്തമാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് നന്നാകാത്ത കാലത്തോളം നമ്മൾ ശരിക്കും ഒരു പൂർണ്ണ മുസ്ലിം ആവൂല. ഇന്ന് മുതൽ ഉറപ്പിക്കണം, എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട് ഇല്ല, ഇനി ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. ഞാനൊരു പൂർണ്ണ മുസ്ലിം ആവുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. ഖുർആനിന്റെ കൽപ്പന എന്താണ്? എന്താ ഖുർആൻ നമ്മളോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. പരിപൂർണ മുസ്ലിമായിട്ട് വേണം നിങ്ങൾ ഇസ്ലാമിൽ ജീവിക്കുമ്പോ, അതിൽ പ്രവേശിക്കുമ്പോ പരിപൂർണ മുസ്ലിമായിട്ട് വേണം. പൂർണ്ണ മുസ്ലിം ആവുക. എന്നിട്ട് എന്താ പറഞ്ഞത്? വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. നിങ്ങൾ പിശാചിന്റെ വഴിയെ പിന്തുടരാൻ പാടില്ല. ഏതാ പിശാചിന്റെ വഴി? ആളുകളോട് വെറുപ്പ് തോന്നുക, ആളുകളോട് അസൂയ തോന്നുക, ആളുകളുടെ ഇടയിൽ അഹങ്കരിക്കുക, ദുസ്വഭാവത്തോടെ പെരുമാറുക, ദേഷ്യം പിടിക്കുക, വെറുപ്പ് കാണിക്കുക. എനിക്കെല്ലാറ്റിനും കഴിവുണ്ട്, എന്റെ കയ്യിൽ എല്ലാറ്റിനും സമ്പാദ്യമുണ്ട്, ഞാൻ എല്ലാം കൊണ്ട് ഈ നാട്ടിൽ വലിയ ആളാണ് എന്നുള്ള ധാരണ വരുത്തിയിട്ട് അതിന്റെ പിന്നിൽ വല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകള്, പ്രയാസപ്പെടുത്തുന്ന ആളുകള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിടൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരോടും നമ്മൾ നന്ദിയുണ്ടായവരായി ജീവിക്കണം, നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം. അല്ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അല്ലാഹുവിനോടും നന്ദിയില്ലാത്തവനാണ്. നന്ദി കാണിക്കാൻ നമ്മൾക്ക് കഴിയണം, പെരുമാറ്റം നന്നാക്കണം. എവിടെ എത്തിയാലും ഞാനൊരു വാശിക്കാരനാകാൻ പാടില്ല, ഞാനൊരു ദേഷ്യം പിടിക്കുന്ന ആളാകാൻ പാടില്ല. ചില നാട്ടിലൊക്കെ നമ്മൾ ജോലി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ നമ്മളോട് മറ്റു ചില ആളുകളെ പറ്റിയിട്ട് പറയും, ഉസ്താദെ അയാളെ സൂക്ഷിക്കണം. എന്താ? അയാൾ ഇത്തിരി പശകം അല്ലേ, ഫിത്നക്കാരനാ, കുഴപ്പക്കാരനാ, ഓനെ അഹങ്കാരിയാ, ഓനെ പൊക്കി വെക്കണം. എന്താ പറഞ്ഞേ? ഓനെ പൊക്കി വെക്കണം മയ്യത്തും കട്ടിലേക്ക് അല്ലേ? അവിടം വരെയല്ലേ ഉണ്ടാവുള്ളൂ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ അല്ലേ? അവിടം വരെ. അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണ്, അവരുടെ സ്വഭാവം, അവരെ ആഗ്രഹിക്കുകയാണ്, എന്നെങ്ങനെ പറയട്ടെ, എന്നെങ്ങനെ പറയട്ടെ, എന്നെങ്ങനെ പറയട്ടെ, നാലാളെന്നെ അറിയട്ടെ. ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിക്കും, വാശി കാണിക്കും, വൈരാഗ്യമുള്ളവരായി തീരും. അത് പല നിലക്കും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഏതെല്ലാം നിലയിലുള്ള ശത്രുതയാ. ഒരു സമയത്ത് പള്ളിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ട് കുറച്ചു കാലം ഉണ്ടായി. നിർഭാഗ്യവശാൽ അയാളെ ഇറങ്ങേണ്ടി വന്നു, സ്ഥാനം ഒഴിവാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒഴിവാക്കിച്ചു, എന്തോ ആകട്ടെ. പിന്നീട് അയാളെ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ നാട്ടിലുള്ള മറ്റു കമ്മിറ്റിക്കാർക്ക് സമാധാനം കൊടുക്കൂല, തിരിച്ചു കിട്ടുന്നവരെ. അങ്ങനെയുണ്ടാകുക.
കാരണം എന്താ? അവിടെ തൊട്ടതും എടുത്തതും എല്ലാം ഫിത്നയായിരിക്കും. എവിടെ നോക്കിയാലും ഇത് തന്നെ. കുറ്റപ്പെടുത്താനും തരം താഴ്ത്തുവാനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് കണ്ട് പറയാനൊക്കെ അതിന് മാത്രം സമയം കണ്ടെത്തുന്ന ആളുകൾ. എന്നാ നന്മയുണ്ടായാലോ അതിനെ സഹകരിക്കൂല, നല്ലത് പറയൂല. ഒരു നന്മയുണ്ടായാൽ അതിന്റെ ഗുണങ്ങൾ എടുത്തു പറയുകയില്ല. എന്തിനേറെ പറയണം, ഒരു 2-3 കൊല്ലം 4 കൊല്ലമൊക്കെ ജോലി ചെയ്ത ഒരു ഉസ്താദിനെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. ആത്മാഭിമാനത്തോടുകൂടെ പരിശുദ്ധമായ ദീന് പള്ളിയിൽ നല്ലതുപോലെ പറഞ്ഞ ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഖത്തീബ് ഒരു പള്ളിയിൽ നിന്ന് പോകാനുള്ള കാരണം എന്താ അറിയോ? അവിടെ ഒരു മജ്ലിസ് നടത്തിയിട്ട് മജ്ലിസ് കഴിഞ്ഞിട്ട് ചീരണി കൊടുക്കുന്ന സമയത്ത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ചീരണി കൊടുക്കാൻ അവിടെ വേറെ വോളണ്ടിയേഴ്സിനെ അവിടെ നിയമിച്ചിരുന്നു. കൊടുക്കാൻ അവർക്ക് പറ്റുന്ന ആളുകൾ അവിടെ പെണ്ണുങ്ങളെ നിയമിച്ചിരുന്നു. അവിടെ കയറിയിട്ടൊരു കമ്മിറ്റിക്കാരൻ എന്ത് ചെയ്തു? പെണ്ണുങ്ങളുടെ ഭാഗത്ത് ചീരണി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഇത് കണ്ടപ്പോൾ പള്ളിയിലെ ഖത്തീബ് വിളിച്ചു ചോദിച്ചു, നമ്മൾ ഇത്രയൊക്കെ മറയുണ്ടാക്കിയിട്ട്, നമ്മൾ ഇത്രയൊക്കെ ഇസ്ലാമികപരമായിട്ടൊക്കെ പരിപാടി നടത്തിയിട്ട്, പിന്നെ നിങ്ങൾ ഒരാൾ ഒരു അന്യ സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചോറും തിന്നാനൊക്കെ കൊടുക്കുന്ന മോശമല്ലേ? ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ. അത് ചോദിച്ചത് ആരോടാണെന്നറിയോ? കമ്മിറ്റിക്കാരനോട് പോയി. നാട്ടുകാരനോടാണ്, കമ്മിറ്റി പെടാത്ത ഒരുത്തരോടാണ് ഇത് ചോദിച്ചതെങ്കിലോ ബാക്കിയുള്ള കമ്മിറ്റിക്കാരെല്ലാം കയ്യടി കിട്ടും. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. കമ്മിറ്റിക്കാരനായതുകൊണ്ട് ഓൻ പിന്നെ ഉസ്താദിനെ നേരത്തില്ല, പിന്നെ യോഗം ചേർന്നു. അതിന്റെ പേരില്ല ഒരു സാധുവായ ഒരു ഉസ്താദിന്റെ ജോലി അങ്ങ് പോയി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. പിന്നീട് ഫിത്നകളായി. ഇങ്ങനെയൊക്കെയാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വാശിയും വൈരാഗ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, പകയും വെച്ച് നടക്കുന്ന ആളുകളെ മുഅ്മിനിന്റെ സ്വഭാവമല്ല. പരിപൂർണ മുസ്ലിമിന്റെ സ്വഭാവം അതല്ല. അവൻ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്. ആരംഭ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളെ ഇത് നല്ല മാസമാണ്, നമ്മുടെ മനസ്സ് നന്നാക്കാൻ പറ്റിയ മാസം. റമളാനാകാൻ കാത്തിരിക്കേണ്ടതില്ല, ഇത് റബ്ബിന്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, കൃപ കാണിക്കുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല, ശിർക്കൊഴികെ. പടച്ച റബ്ബ് അങ്ങനെയാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ അത് പൊരുത്തപ്പെടിക്കേണ്ടതാ. ഇവിടെ നമ്മൾ അറിയണേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ പരിശുദ്ധമായ മാസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവന്റെ ഭാഗത്ത് നിന്ന് അണമുറിയാതെ നമ്മൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ റഹ്മത്ത് ലഭിക്കുന്ന നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് കരുണ കാണിച്ചാൽ, ആരെയും വെറുപ്പിക്കാതെ ജീവിക്കുമെന്ന് നിയ്യത്ത് ചെയ്താൽ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വർത്തമാനം സംസാരം എന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ല എന്ന് നിയ്യത്ത് ചെയ്താൽ, ഞാൻ കാരണം ഒരാളുടെയും ജീവിതത്തിൽ പ്രയാസമുണ്ടാകാൻ പാടില്ല, ഒരാളുടെയും ജീവിതം തകർച്ചയിലാകാൻ പാടില്ല, ഒരാൾക്കും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് നിയ്യത്ത് ചെയ്താൽ, അവനാണ് യഥാർത്ഥത്തിൽ മുസൽമാൻ എന്ന് പരിശുദ്ധമായ ദീന പഠിപ്പിച്ചു തരുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന നമ്മളോട് പറഞ്ഞു തന്നില്ലേ, ഇനി തെറ്റ് ചെയ്തവരാണെങ്കിൽ തന്നെ പരസ്പരം അങ്ങോട്ട് മാപ്പ് കൊടുക്കുന്നവനായാൽ
എന്നെ ഇങ്ങോട്ട് ഫിത്ന പറഞ്ഞവൻ ഇന്നതാണെന്ന് അറിഞ്ഞു, മറ്റവൻ എന്നെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു, എന്നെ കുറിച്ച് മറ്റുള്ള പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് ഹിദായത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ട് മാപ്പ് ചോദിക്കുന്നവനായാൽ ഇവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് സയ്യിദുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാ. ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ മഹ്ശറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തില് തോളിന്റെ ഭാഗത്ത് വാളുകളെ തൂക്കിയിട്ട് രക്തമൊലിക്കുന്നവരായിട്ടൊരു വിഭാഗം വരുന്നു. അവര് മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ സ്വർഗം അവരെ മാടി വിളിക്കുകയാ, നിങ്ങളവിടെ ഹിസാബിന് വേണ്ടി നിൽക്കേണ്ടതില്ല, ഹിസാബിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ. അവരെ രക്തസാക്ഷികളാണ് സ്വഹാബ, അവരെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാ. മറ്റൊരു വിഭാഗം ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ കോടതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരികയാ. അവരല്ലാഹുവിന്റെ കോടതിയിലേക്ക് അങ്ങെത്തിയപ്പോ അതാ സ്വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാകുന്നു. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളവിടെ നിൽക്കേണ്ടതില്ല, നിങ്ങൾ ഹിസാബിനായിട്ട് കാത്തു നിൽക്കേണ്ടതില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വന്നോളൂ. ഇതങ്ങ് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, മോനെ ആരാണെന്നറിയുമോ? ദുനിയാവിൽ അവരെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തവരാ, പൊരുത്തപ്പെട്ടു കൊടുത്തവരാ, അല്ലാഹുവിന്റെ ദീന പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവനോട് അക്രമം കാണിച്ച ആളുകൾക്ക്, അവനോട് വിരോധം വെച്ച് നടന്ന ആളുകൾക്ക് അവനെ മാപ്പ് കൊടുത്തവനാ, പൊരുത്തപ്പെട്ട് കൊടുത്തതാണ്. അങ്ങനെയുള്ള ആളുകള് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നതാണ് എന്ന് സയ്യിദുനാ അല്ലാഹു നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ നീട്ടണില്ല. ഒന്ന് സ്വഭാവം കൊണ്ട് നന്നാവുക എന്നുള്ളതാ. മറ്റൊന്നോ പിശാചിന്റെ വഴിയെ തേടി പോകാതെ കർമ്മങ്ങളിലൂടെ ജീവിതം നന്നാക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രവാചകനാണ്, അവരുടെ അനുയായികളാണ്, സ്വഹാബിമാരാണ്. അവര് പറഞ്ഞു തന്ന, അവര് കാണിച്ചു തന്ന ആ വഴിയെ പിൻപറ്റുക, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അല്ലാത്തതെല്ലാം അവിടെ നിങ്ങോട്ട് ഉലമാക്കളെ, താബീയങ്ങളെ, തബഉ താബീയങ്ങളെ, ഉലമാക്കളെ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയെ പിൻപറ്റുക എന്നതല്ലാത്ത മറ്റുള്ള വഴികളെല്ലാം പിശാചിന്റെ വഴികളാണ്. സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിമാകണം. പിശാചിനെ പിൻപറ്റാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായ മുസ്ലിമാകണം നിങ്ങളെ. വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങളെ പിശാചിന്റെ വഴിയെ പിന്തുടരാൻ പാടില്ല. അവനാണെങ്കിലോ ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അവൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. ഒരിക്കലും അവന്റെ വഴിയെ നിങ്ങളെ പിന്തുടരാൻ പാടില്ല. പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണം. അലം അഅഹദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ وأن اعبدوني هذا صراط مستقيم
വലഖദ അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ. നിങ്ങൾ എന്നെ ആരാധിക്കണം. പടച്ചോൻ പറയാണ്, പിശാചിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അത് അവൻ വ്യക്തമായ ശത്രുവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സാധനം കാണുമ്പോൾ തന്നെ പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ബോധ്യമാവുമല്ലോ. ഇതിനു വേണ്ടി സഹായിച്ച ആളുകള് എന്നോട് ഷരീഫ് മാസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ വയത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ദുആ നല്ലോണം വേണമെന്ന് പറഞ്ഞു. കാരണം എന്താ, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഇന്നലകളിൽ ആവീർ എന്ന് പറയുന്ന പരിശുദ്ധമായ ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് നടത്തിയാലും അത് വിജയിക്കാറുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിച്ചിട്ടേ ഉള്ളൂ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിന്റെ കൂട്ടായ്മയുടെ ഫലമാണ്, ഗുണമാണ്. നീ എന്നും നിലനിർത്തണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ സഹായിച്ചത്, എന്തോ ഒരു മനോഹരമായിട്ടാണ് അൽഹംദുലില്ലാ നിസ്കരിക്കാൻ പറ്റുന്നത്, എന്തോ ഒരു സുഖത്തോടെയാണ്. അല്ലാഹുവേ, ഇതിനു വേണ്ടിയിട്ടൊക്കെ സഹായിച്ച ആളുകൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ ഇതിന്റെ സൈഡിലായിട്ട് എത്ര സെന്റ് സ്ഥലം എന്ന് പറഞ്ഞേ? 31 സെന്റ് സ്ഥലം അൽഹംദുലില്ലാ ഇവര് വാങ്ങിയിട്ടുണ്ട്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ്, ഈ നാട്ടുകാരാകുന്ന പള്ളിയുടെ പരിസരത്തുള്ള ആളുകളെ വിശ്വസിച്ചുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, ഇവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇവരുടെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ ബിൽഡിംഗ് എടുത്തിട്ട് ഇവർക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ്. നാളുകളിൽ ഈ നാട്ടിൽ നമ്മൾക്ക് ശേഷം വരുന്ന തലമുറകളായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നല്ലപോലെ ദീനിനെ പ്രചരിപ്പിക്കാൻ പറ്റണം. ഉസ്താദുമാര് നല്ല ആലിമീങ്ങൾ ഇവിടെ വരണം, അവർക്ക് നല്ലപോലെ ശമ്പളം കൊടുക്കണം. നമ്മുടെ നല്ല മക്കളെ ഒരുപാട് നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് വളർത്തണം. ദീനിയായ ചിട്ടയോടുകൂടെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടെല്ലാം ഇവിടെ സമ്പാദ്യം ആവശ്യമാണ്, ഒരു മുതൽ ആവശ്യമാണ്. ആ മുതലിന്റെ വഴി തേടിയിട്ടാണ് ഇവർ അൽഹംദുലില്ലാ 30-31 സെന്റ് സ്ഥലത്തോളം നോക്കി വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗം, ഒരു 1-ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു ഇത്തിരി പൈസ അവർ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ കൊടുക്കാനുണ്ട്. ഉസ്താദേ, ദുആ ചെയ്യണം. എന്നിട്ട് എന്നോട് വാങ്ങണമെന്നൊന്നും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഉള്ളത് പറയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് വാങ്ങിത്തരണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാലും ദുആ ചെയ്യണം. നിങ്ങളോട് ഞാൻ പറയാണ്, ദുആ ചെയ്യണം നിങ്ങളും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ പിന്നിൽ സഹായിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരു തുണ്ട് ഭൂമിയുടെ ഒരു ഭാഗമെങ്കിലും പള്ളിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ആ മണൽ അവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയുന്നതായിരിക്കും. നാളെ ആ മണൽ അവർക്ക് വേണ്ടിയിട്ട്, മണ്ണവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും അല്ലാഹുവിന്റെ കോടതിയിൽ. ദീനിന് വേണ്ടിയിട്ട്, നിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത മണ്ണാണ് റബ്ബേ ഇത്. അല്ലാഹുവേ, നിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത മണ്ണാണിത്. അതുകൊണ്ട് അല്ലാഹ്, ഇവരെ നീ സ്വർഗാവകാശികളിൽ പെടുത്തണേ എന്ന് സാക്ഷി പറയും മണ്ണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആരൊക്കെ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണോ അൽഹംദുലില്ലാ ഇവിടെ പള്ളിയെ പണിതീർത്ത് നല്ല രൂപത്തിലാക്കിയതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്, അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് അതിന്റെ സ്ഥായിയായ വരുമാനത്തിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നവരടക്കം അല്ലാഹുവേ നീ ഖൈറിലും ബറക്കത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. എന്നോട് വാങ്ങണം വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുകയാണ്, ഇത് കൊല്ലത്തിൽ നടക്കുന്ന വയറല്ലേ, ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം വരെയെങ്കിലും നമ്മുടെ കഴിവിൽ പെടുന്ന, നമുക്ക് അല്ലാഹു നൽകുന്ന സമ്പാദ്യത്തിൽ നിന്ന് മാസത്തിൽ ഒരു 1000 ഉറുപ്യ വെച്ചിട്ട് നമുക്ക് ഓരോ മാസവും കൊടുത്താൽ അൽഹംദുലില്ലാ കുറച്ച് ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാരം അൽഹംദുലില്ലാ കുറയും, വലിയൊരു ഭാരം കുറയും.
എനിക്ക് അങ്ങനെ തോന്നുകയാണ്. വലിയൊരു സംഖ്യ നമ്മൾ ചിലപ്പോ ഏറ്റെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആകാം. കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുത്ത് സഹായിക്കാം. സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ സഹായിക്കാം. പക്ഷെ എന്നാലും വലിയൊരു സംഖ്യ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ മാസത്തിൽ 1000 രൂപയെങ്കിലും ഓരോ മാസവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം അൽഹംദുലില്ലാഹ് പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 12,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അടുത്ത കൊല്ലാകുമ്പോക്ക് ഇന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹു ഖൈർ നൽകട്ടെ. ആരെങ്കിലും ആണുങ്ങളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ? മാസത്തിൽ 1000 രൂപ മാസം ഇൻഷാ അല്ലാഹ് ഞാൻ പള്ളിക്ക് കൊടുത്തോളാം ഉസ്താദെ. അള്ളാഹുവേ മാഷാ അല്ലാഹ് നാസർക്ക, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇതിന്റെ ഭാരവാഹിയും കൂടിയാണ്. അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ എല്ലാ വഴികളിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ മാഷാ അല്ലാഹ് 2 പേര് ഏറ്റെടുത്തു. മാഷാ അല്ലാഹ്. അല്ലാഹുവേ 2 ഉപ്പാന്റെ പ്രായത്തിലുള്ള 2 പേര് കൈപൊക്കിയിട്ടുണ്ട്. പടച്ചവനെ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്ന് രോഗങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടത്താ നമ്മളുള്ളത്. അല്ലാഹുവേ ഇവരൊക്കെ പള്ളിയിൽ വരുന്നവരായിരിക്കും. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ 3 പേര് കാരണമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇബ്രാഹിമിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹുവേ ഇവർക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്ന ഏതൊന്നിന്റെ പ്രതിനിധികളാക്കിയിട്ടാണോ ഇവരെ നീ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പ്രതിനിധികളാക്കിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള നിന്റെ നീ കൊടുത്ത സമ്പാദ്യത്തിൽ നിന്ന് ആയുസ്സുള്ള കാലം, ആരോഗ്യമുള്ള ഈ കാലത്ത് ഇന്ന് ഈ സദസ്സിൽ വെച്ചിട്ട് മാസത്തിൽ 1000 രൂപ വെച്ചിട്ട് നിന്റെ ഭവനത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പടച്ചവനെ അതിന്റെ പേരിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. നീ ഇവർക്ക് ആരോഗ്യം നൽകണേ അല്ലാ. സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിൽ നീ നൽകിയത് ആഖിറത്തിലേക്ക് നഷ്ടപ്പെടാത്തൊരു അമലായി നീ സ്വീകരിക്കണേ അല്ലാ. എന്തെല്ലാം വിഷമങ്ങൾ ഇവർക്കുണ്ടോ ആ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? മാഷാ അല്ലാഹ് ഒരാളും കൂടി കൈപൊക്കിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നിച്ചിട്ട് സ്വലാത്ത്. മാഷാ അല്ലാഹ് ബേക്കുന്ന ഒരാൾ. മാഷാ അല്ലാഹ് 1000 രൂപ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 6 പേരായി. ഇനി ആരെങ്കിലും ഉണ്ടോ? എത്ര പേരായി? 6 പേരായി അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ. അവിടെ പെണ്ണുങ്ങളെ ഭാഗത്ത് ആരെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ടോ? മാഷേ വോളണ്ടിയേഴ്സ് ഉണ്ടോ? പെണ്ണുങ്ങളെ ഉമ്മമാരെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു കൂട്ടുകാരനെ കൊണ്ടുപോകാം. അല്ലാഹുവിന്റെ ഭവനം പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖബർ ഒരിക്കലും ഇരുട്ടാവുകയില്ല. അവിടെ റബ്ബ് നമുക്ക് വെളിച്ചം തരാതിരിക്കൂല. ഇത് പള്ളിക്ക് പ്രകാശത്തിന് വേണ്ടിയാ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ വേഗം പറയണേ. എനിക്ക് എണ്ണം കിട്ടിയാൽ മതി. ആരെങ്കിലും ഒന്ന് നോക്കിയാട്ടെ മാസം അങ്ങോട്ട്. ആരെങ്കിലും അവിടെ വോളണ്ടിയേഴ്സ് പറയുന്ന നോക്കി. മാസത്തിൽ 1000 രൂപ വെച്ച് അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്.
നീ കബൂലാക്കണം. ഈ ഭാഗത്തും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് വിഷയം കൂടി എനിക്ക് പറയുവാനുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഓരോ മാസം ഇനി ആരെങ്കിലും സ്വർണ്ണാഭരണം തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതായിരിക്കും. റജബ് മാസമാണ്, ദുആക്ക് ഇജാബത്തുള്ള രാത്രിയിലാണ് നമ്മളുള്ളത്. ഈ സമയം എന്നുള്ളത് അസ്വബ്, ഈ മാസത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, അസ്വബ് എന്ന്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്തിനെ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേരുണ്ട്. ഈ മാസം അള്ളാഹുവിനെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതെങ്കിലും ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പെണ്ണുങ്ങൾ അതങ്ങനെ വഴിയായിട്ട് വന്നോളും. ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറയട്ടോ. ഒരാൾ 1000 രൂപ മാസത്തിൽ വെച്ചിട്ട് ഓരോ മാസം 1000 രൂപ. ഇനി അതല്ല സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും ആകാം, അതും ഏൽപ്പിക്കാം. അല്ലാഹുവേ, പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇവിടത്തെ ഏത് കാര്യവും അൽഹംദുലില്ലാഹ് അങ്ങനെയാണ്. വലിയ പറയാൻ മാത്രമുള്ള വലിയൊരു സദസ്സല്ല എങ്കിലും ഉള്ള സദസ്സിൽ വെച്ച് ആണുങ്ങൾ തന്നെ അൽഹംദുലില്ലാഹ് 6ഓളം പേരത് ഏറ്റെടുത്തുവല്ലോ. 1000 രൂപ വെച്ചിട്ട് പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണ്. ഇന്നലകളിൽ ഇതിനു വേണ്ടി കൊടുത്തവരായിരിക്കും ഇവരൊക്കെ, ഇന്നലകളിൽ ഇതിനു വേണ്ടിയിട്ട് നൽകിയവരായിരിക്കും ഇവരൊക്കെ. അല്ലാഹുവേ, എന്നാലും അൽഹംദുലില്ലാഹ് ഇന്നത്തെ വേദിയിൽ വെച്ച് ചോദിച്ചപ്പോ അല്ലാഹു ഉള്ളവരെ ഇതിൽ നിന്ന് അവർക്ക് നീ കൊടുത്തതിൽ നിന്ന് നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു തൗഫീഖാണ്, അത് വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹു നൽകിയതിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് റബ്ബിന് വേണ്ടിയിട്ട് നൽകുക സൗഭാഗ്യമാണ് കൂട്ടരെ. മരണമാസന്നമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്ര കൊടുത്തോളാം, ഞാൻ അവിടെ കൊടുത്തോളാം, ഇവിടെ കൊടുത്തോളാം. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഴിയില്ല, മാർഗമില്ല. ഇന്ന് ആരോഗ്യത്തിലും ആയുസ്സിലുമാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ മണ്ണിലെത്തിച്ചേരുക എന്ന് പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അല്ലാഹ് ഇവിടെ നിന്ന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആളുകൾ പടച്ചവനെ അവരുടെ കഴിവിൽപ്പെടുന്ന രീതിയിൽ ഓരോ മാസവും 1000 രൂപ വെച്ച് ഏറ്റെടുക്കുമ്പോ പടച്ചവനെ ആയുസ്സിൽ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദെ, 1000 വെച്ചിട്ടൊന്നും നമുക്ക് കൊടുക്കാനാവൂല. എന്നാ മാസത്തിൽ ഒരു 500 റുപ്യാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മാസം ഞങ്ങൾ കൊടുത്തേക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഓരോ മാസവും ഞാൻ 500 രൂപ കൊടുക്കാം, ഓരോ മാസവും ഞാൻ 500 രൂപ കൊടുക്കാം. ഈ ആണുങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓരോ മാസവും ഞാൻ 500 രൂപ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പള്ളിക്ക് കൊടുത്തോളാം. എനിക്ക് 1000 ഒന്നും കൊടുക്കാൻ പറ്റൂല, എന്നാലും 500 രൂപ ഇൻഷാ അല്ലാഹ് മാസത്തിൽ ഞാൻ കൊടുക്കാം. ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ അവിടെ കൈപൊക്കി, 2 ആള് പൊക്കി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ പവിത്രത പഠിപ്പിച്ചിട്ടുള്ള ശറഫാക്കപ്പെട്ട ഈ മാസത്തിൽ അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ചോദിക്കുമ്പോ ഓരോ ആളുകളും അവരവർക്ക് ഉള്ളതിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് ഇവരെ കൊടുക്കാൻ ഒരുങ്ങുകയാണ്. നീ ഖബൂലാക്കണേ അല്ലാഹ്.
സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിനെക്കാളേറെ ആഖിറത്തിൽ നീ ഖൈറും സന്തോഷവും നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ ഒരു വിശദീകരണവും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ പൂർണ്ണമായ മുസ്ലിമായിരിക്കണം. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ശൈലിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. നിങ്ങൾ മുസ്ലിമായ മാത്രം പോരാ, പൂർണ്ണ മുസ്ലിമായിരിക്കണം, പരിപൂർണ മുസ്ലിമായിരിക്കണം. എന്താ സംഭവം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുൻ വേദഗ്രന്ഥങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന ആളാണ്, അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അവിടെ വന്ന മുസ്ലിമായവരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. പക്ഷേ മുസ്ലിമായിട്ടും അവർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. യഹൂദികൾക്ക് ഒട്ടകത്തിനെ അറുത്ത് കഴിക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. ഒട്ടകത്തിനെ അറുത്തിട്ട് അതിന് തിന്നുന്നത് യഹൂദികൾക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമായിട്ടും അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകത്തിനെ അറുത്ത് കഴിക്കുന്നത് യഹൂദ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവരുടെ ആചാരം പോലെ തന്നെ അത്ര ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു, ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു, കഴിക്കുന്നതിന് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഒട്ടകത്തിന്റെ അറുത്ത് കഴിക്കുക, തിന്നുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറച്ച് വെറുപ്പായിരുന്നു. മാത്രമല്ല അവരുടെ വിശേഷ ദിവസമാകുന്ന ശനിയാഴ്ച ദിവസത്തെ അദ്ദേഹം ആദരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച ദിവസത്തെ യഹൂദികൾ ആദരിക്കാറുണ്ട്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം അവരും ആദരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല രാത്രി നമസ്കാരങ്ങളിൽ തൗറാത്ത് ഓതിയിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഈ അവസ്ഥയുണ്ടായപ്പോഴാണ് നിങ്ങളൊരു പകുതി മുസ്ലിമായാൽ പോരാ, സംസ്കാരം കൊണ്ട് നിങ്ങൾ മുസ്ലിമാകണേ, നിങ്ങളുടെ ജീവിത ശൈലികളെ കൊണ്ട് നിങ്ങൾ പൂർണ്ണ മുസ്ലിമാകണേ. അതായത് അമുസ്ലിമീങ്ങളാകുന്ന ആളുകളുടെ ആചാരങ്ങള് അതൊരിക്കലും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ ആചാരങ്ങളായിട്ട് അവർ കൊണ്ട് നടക്കുന്ന കാര്യങ്ങള്, അവർ നടത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ആചാരമായിട്ട് കടന്നു വരാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. യഹൂദീ നസാറാക്കളോട് നിങ്ങൾ ഒരിക്കലും സാദൃശ്യമാകാൻ പാടില്ല. യഹൂദീ നസാറാക്കളോട് നിങ്ങൾ ഒരിക്കലും സാദൃശ്യമാകാൻ പാടില്ല. അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും മാറ്റമുണ്ടാകേണ്ടതാണ്, വ്യത്യാസമുണ്ടാകേണ്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിന് വരും. അന്ന് ലതത്തബിഉന്ന സുനനല്ലദീന മിൻ ഖബ്രികും ശിബ്റൻ ബിശിബ്റാ വദിറാഅൻ ബിദിറാഅ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായങ്ങളുടെ വഴികള് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുകരിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങൾ മാറുന്നതാണ്. അവരൊരു മാളത്തിലേക്ക്, ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തേക്ക് തന്നെ പ്രവേശിക്കും. അത്രത്തോളം അവരെ അനുകരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കാണ്. പാശ്ചാത്യൻ പടിഞ്ഞാറൻ സംസ്കാരം എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും.
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്കിത് പഠിപ്പിച്ചു തരുമ്പോൾ ഈ ഹദീസൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. മുഅ്മിനീങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് യഹൂദി മതസ്ഥരുടെ ഇതര മതവിഭാഗത്തിന്റെ ആചാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നില്ലേ? അതിൽപ്പെട്ട ഒന്നല്ലേ സേവ് ദ ഗേറ്റ്. എന്താ സേവ് ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ? സേവ് ദ ഡേറ്റ്, സോറി, സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണത്തിന് വേണ്ടിയിട്ട് പെണ്ണിനെ നോക്കി ഉറപ്പിച്ചു വെക്കുന്ന ആ ഒരു ദിവസം, കല്യാണം ഉറപ്പിച്ചു വെച്ചാൽ ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങളുടെ സ്വഭാവം എന്താ? നിങ്ങൾ പറ. നമ്മുടെ നാട്ടിലുള്ള രീതി ആചാരങ്ങളൊന്നും പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയാ? കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ഒരു ആവശ്യമില്ല, എനിക്ക് തോന്നണില്ല. ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞാൽ തന്നെ കല്യാണം കഴിഞ്ഞതിനേക്കാളും വിശേഷ. കല്യാണം കഴിഞ്ഞതിനേക്കാളും വിശേഷ അല്ലേ? ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവുക, 100-600 ആളുകൾ പോവുക, എന്നിട്ട് അവിടെ നിന്ന് അതൊക്കെ അവളെ കാണാൻ പറ്റുന്ന ആളുകളൊക്കെ 600-6000 ആൾക്കാർ പോയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് മിഠായി കൊടുക്കുന്ന സ്റ്റൈലും അതേപോലെ തന്നെ എല്ലാം ഇന്ന് കടന്നു വന്നു. സിനിമാ താരങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തില് ഇന്നിത് വലിയ ആചാരമായി നമ്മളിലേക്ക് കടന്നു വന്നു. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കാണിക്കുന്ന അനാചാരങ്ങള്, പ്രിയരേ, അത് മറ്റു മതത്തിൽ നിന്ന് വന്നതാണ്. അതിനെ പിൻപറ്റുന്ന ആളുകള് അവർ ഇബ്ലീസിന്റെ പിശാചിന്റെ ആളുകളാണ്. പരിപൂർണ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാന്ന് മാത്രമല്ല, ഇവന്റെ കയ്യില് ബൊക്കുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ? ഓക്കിങ്ങനെ കൊടുക്ക അല്ലേ? എന്തെല്ലാം ഇതിന്റെ മറവിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പല നാട്ടിലും നടക്കുന്നത് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, തൊട്ടുരുമ്മി നിന്നിട്ട് കൈപിടിച്ചിട്ടും അതേപോലെ തന്നെ ചേർത്ത് പിടിച്ചിട്ടും നിക്കാഹ് നടക്കാത്ത പെണ്ണിനെ, നിക്കാഹ് നടക്കാത്ത ചെറുക്കനെ ചേർത്ത് പിടിച്ചിട്ടുമൊക്കെ കൈപിടിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ആളുകള് അറിയണേ, ഇത് മുസ്ലിമിന്റെ സംസ്കാരമല്ല, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. നിക്കാഹ് നടക്കുന്നത് വരെ അവര് തമ്മിലുള്ള ബന്ധങ്ങൾ പാടില്ല എന്നുള്ളതല്ലേ ഇസ്ലാം പറയുന്നത്. അതിനു മുമ്പുള്ള എല്ലാ ബന്ധങ്ങളും അനാചാരമാണ്. അത് ഇസ്ലാം വെറുത്തതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തതാ. ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാണിച്ചിട്ടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പൊ കാലങ്ങളോളം അവരെ സ്നേഹിച്ച് കഴിയാ? അവിടെ റഹ്മത്തിന്റെ മലായിക്കിങ്ങോടെ പ്രാർത്ഥനകൾ കിട്ടൂല. വെറുക്കപ്പെട്ട രീതിയിലാണ് വൈവാഹിക ജീവിതത്തിന്റെ തുടക്കം തന്നെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, സമയം വളരെ കുറവാണ്. നാടുകളിൽ നിന്ന് ഇതിന്റെ പേരിൽ വല്ലാതെ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങായാലും അതേപോലെ തന്നെ അതിനുശേഷമുള്ള കല്യാണത്തിന്റെ വേളകളിലായാലും വളരെയേറെ അനാചാരങ്ങൾ ഇന്ന് നടക്കുന്നില്ലേ? എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിൽ ബോർഡ് വെച്ചിട്ടും കാര്യമില്ല, ഒരു പ്രയോജനവും ഇല്ല. ചിലപ്പോഴൊക്കെ പള്ളി കമ്മിറ്റിപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും ആർഭാടകരമായ രീതിയിൽ വിവാഹമൊക്കെ നടത്തുന്നത്. ആരോടായി പറയേണ്ടത്? പാട്ടും കൂത്തും ഡാൻസും തുള്ളലും കളറും സ്പ്രേയും, സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ കോലം കെട്ടലാണ് കൂട്ടരെ. വിവാഹം എന്ന് പറയുമ്പോൾ അവിടെ പടച്ചോനില്ല, ദീനില്ല, ആഖിറവും ഇല്ല, അവിടെ ഖബറില്ല, അവിടെ മശ്റയില്ല, അവിടെ മലക്കില്ല, ഒന്നുമില്ല. അത് കഴിയുന്നവരെ ഒന്നുമില്ല. പിന്നെന്താ അവിടെ ഉള്ളത്? കല്യാണം കഴിയുന്നത് വരെ കുട്ടിച്ചാത്തനുണ്ടാകും, പിന്നെ ആ കോലം കെട്ടിയതുണ്ടാകും, അതേപോലെ തന്നെ മറ്റു പിശാചുക്കൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും.
കൂടുതൽ കാലമൊന്നും ഈ ഉമ്മത്തിന് ഇന്ന് ലജ്ജയില്ലാത്തത് കൊണ്ട് കൂടുതൽ കാലമൊന്നും ഈ ഉമ്മത്തിന് ആരോഗ്യത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉൾപ്പില്ലാത്ത ലജ്ജയില്ലാത്ത വിഭാഗമായിട്ട് ഈ സമുദായം മാറിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തെ വെറുത്തുകളയും. പടച്ച റബ്ബിന്റെ വെറുപ്പുണ്ടായ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന എന്താണ്? അള്ളാഹിന്റെ അദാബല്ലേ, അള്ളാഹുവിന്റെ അദാബല്ലേ. അറിയണം, നമ്മള് കല്യാണ ദിവസം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുക. നിക്കാഹ് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അറബി അത് നല്ലൊരു രീതിയിലായതുകൊണ്ട് സുബ്ഹാനല്ലാഹ് അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ആദരവോടെ കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി അതും കൂടി കുറച്ചൊക്കെ മോഡലാക്കാൻ പറ്റുവാണെങ്കിൽ അതും കൂടി കളർഫുള്ളാക്കും ഈ വിഭാഗം. അത് വേണ്ടാന്ന് ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും വേണ്ടി വരൂല. അടിപൊളിയായി കൈ പിടിച്ചിട്ടൊന്ന് കൊടുക്കേ വേണ്ടു. ചില നാടുകളിൽ ചില വീടുകളിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ, ഒരു പെണ്ണിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നാട്ടിൽ ഇല്ലാത്ത എല്ലാ അനാചാരങ്ങളും അവിടെ കടന്നു വരും. പുതിയത് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ മോഡൽ കല്യാണം, പുതിയ രീതിയിലുള്ള കല്യാണം. ആരെ പങ്കെടുപ്പിക്കണം, ഏത് പാട്ടുകാരെ പങ്കെടുപ്പിക്കണം, ഏത് ഡാൻസുകാര് വേണം, ഏത് ഒപ്പനക്കാര് വേണം. അതിനു വേണ്ടിയിട്ട് 1000-ഉം 10,000-ഉം ലക്ഷവും നമ്മളെ ചെലവാക്കാണ്. എവിടെ ഇതൊക്കെ കൊണ്ടുപോയി വെക്ക? ദീനിന്റെ പേരിൽ ഇല്ലാത്ത നൂലാമാലകൾ ഉണ്ടാക്കിയിട്ട് സമുദായത്തെ പറയിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ട് സമുദായത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ആളുകള്. വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ, അവരാ വഴിയിൽ നിന്ന് മാറിയിട്ട് ദീനിന്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഉപ്പ തടയണം. മകളെ കാണാൻ വേണ്ടിയിട്ടൊരു പുരുഷന് മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഒരു വട്ടം മാത്രമേ കാണൽ അനുവദനീയമായിട്ടുള്ളൂ. അല്ലാതെ നിക്കാഹ് കഴിക്കുന്നതിനിടയിൽ അവളെ എല്ലാവർക്കും കാഴ്ചവെക്കുന്നൊരു വസ്തുവാക്കി മാറ്റല്ലേ ഉപ്പാ. പലരുടെയും മുന്നിൽ ഇങ്ങനെ കാഴ്ചവെക്കാനുള്ളതല്ല നിങ്ങളുടെ മകള്. പലർക്ക് മുന്നിലും അണിഞ്ഞൊരുങ്ങിയിട്ട് അവളൊരു കാഴ്ച വസ്തുവാക്കി മാറ്റി കൊടുക്കല്ലേ നിങ്ങള്. ആലോചിക്കണേ, കുടുംബത്തിനൊരു മഹിമയുണ്ട്, തറവാടിത്തമുണ്ട്. ഇന്നലകളിൽ നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കാരണവന്മാരൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരിക്കലും ഇവളെ മറ്റൊരുത്തന്റെ മുഖം കണ്ടിട്ടില്ല, ഇവനാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടില്ല, ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ നാണത്തോടുകൂടിയുള്ള, മറയോടുകൂടിയുള്ള, അതവോടുകൂടിയുള്ള ഇസ്ലാമിക ആചാരങ്ങളോട് കൂടിയുള്ള വിവാഹമായിരുന്നു ഇന്നലകളിൽ നടന്നിരുന്നത്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ പണ്ടത്തെ ആൾക്കാർ തല്ലലുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? നിങ്ങൾ പറ, കുറച്ച് വയസ്സന്മാരെന്ന് പറഞ്ഞാട്ടെ, ഇല്ലേ? എന്നിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ പോയിനോ? കേസ് കൊടുക്കാൻ പോയോ? മക്കളോട് പറഞ്ഞോ? ഗുലുമാലാക്കിയോ? കുഴപ്പങ്ങളാക്കിയോ? ഇല്ല. ഇന്ന് നിങ്ങൾ നോക്കിയാട്ടെ, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഭാര്യന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കിയാൽ മതി, സ്റ്റേഷൻ കറി സ്റ്റേഷനിലായിരിക്കും. സ്റ്റേഷനിൽ അങ്ങനെ ആവശ്യമില്ല. ഇന്ന് പണ്ടത്തെ പോലെ വിശ്വാസം. ഇന്ന് ഒരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ 6 കൊല്ലം 10 കൊല്ലം 12 കൊല്ലമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ 12 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടവരുണ്ട്. എന്നിട്ട് ഓൾ അൽഹംദുലില്ലാ അന്നേരവും ഒരു ഹറാമിന്റെ വഴിയും ചിന്തിച്ചിട്ടില്ല. ഇന്നിപ്പോ കൂടെ കിടക്കുന്ന ഭാര്യയെ അടുത്തുള്ള ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്നലെ വാർത്തയിൽ നമ്മൾ വായിച്ചില്ലേ, കാമുകന് വേണ്ടിയിട്ട് കഞ്ചാവ് ഭർത്താവിന്റെ വണ്ടിയിൽ വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു, എന്താണ് ഇതാ ഇന്ന സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, കൊണ്ടുപോയിക്കോ. ഇവനെ കൊണ്ടുപോയാൽ ഇവക്ക് കാമുകന്റെ കൂടെ പോകാൻ പറ്റും. നിങ്ങൾ ആലോചിക്കണം, കാലങ്ങളൊക്കെ മാറി.
ജീവിതം വളരെയേറെ മോശമായി വരികയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൊക്കെ വ്യത്യാസങ്ങളില്ലാത്ത രൂപത്തിൽ, ഹിജാബില്ലാതെ, മറയില്ലാത്ത കോലത്തില്, നാണമില്ലാത്ത വർഗമായിട്ട് ഈ സമുദായം മാറി വരുമ്പോ ബേബി ഷവറിംഗ് എന്ന് പറഞ്ഞിട്ടൊരാചാരം നടക്കുന്നുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ പ്രത്യേകം അണിയിച്ചൊരുക്കിയിട്ട് അവരെയൊക്കെ പാട്ടുകൾ പാടിയിട്ട് ഹൈന്ദവരായ സഹോദരന്മാര് സഹോദരിമാർ അവരുടെ ആചാരപ്രകാരം അവരൊക്കെ അവരുടെ ഗർഭിണികളായ സ്ത്രീകളെ നടത്തുന്നത് പോലെ വളരെ ആഘോഷം കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതികള് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഇന്ന് വേഷവിധാനത്തിലും മാറ്റം വന്നു. ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല, പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരാണ്, ഒരുപോലെയാണ്. ഹിജാബില്ല, മറയില്ല, നാണമില്ല. പരിശുദ്ധമായ ദീന കൽപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഇന്ന് പ്രാധാന്യമില്ല, പ്രാമുഖ്യമില്ല. മിഹ്റാബിൽ വെച്ചിട്ട് നാട്ടിൽ നല്ല രീതിയിൽ ഒരു വിവാഹം നടക്കണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമായ ഒരു വിവാഹം, ഇസ്ലാം അംഗീകരിക്കാത്തൊരു വിവാഹം നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ പള്ളി ഖതീബ് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരായ ആളുകൾ പോലും പറഞ്ഞില്ലേ, അയാളല്ലേ പള്ളിക്ക് മിമ്പർ കൊടുത്തത്, അയാളല്ലേ പള്ളിക്ക് മിനാരം കൊടുത്തത്, അയാളല്ലേ 10 സെന്റിനുള്ള സ്ഥലം കഴിഞ്ഞ കൊല്ലം കൊടുത്തത്, എന്തിനാ വെറുതെ ഖതീബ് മിഹ്റാബിൽ വെച്ചിട്ട് അയാളെ പറയുന്നത് പാടില്ലായിരുന്നു? പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് നേരെ കൈ ഉയർത്താനും അല്ലെങ്കിൽ അതിന് നേരെ ശബ്ദിക്കുവാനും പള്ളിയിലെ ഖതീബിന് പോലും അവകാശമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെയാ സമുദായം നന്നാവുക? എങ്ങനെയാ സമുദായം നന്നാവുക? എവിടെയാണേലും ആലിമീങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഉലമാക്കളെ പറയുന്ന വിഷയങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നന്മയുടെ വഴിയിൽ, ആളുകളെ ദഅവത്തിന്റെ വഴിയിലായിട്ട്, നേരിന്റെ വഴിയിലായി, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്കായി ആളുകളെ ക്ഷണിക്കുമ്പോ അവിടെയെല്ലാം കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും അതേപോലെ തന്നെ മോശമായ കുപ്രചരണങ്ങളും നടത്തിയിട്ട് സമുദായത്തിന്റെ മധ്യത്തിൽ ആലിമീങ്ങളായ ഉസ്താദുമാരുടെയൊക്കെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നമ്മുടെ ഇടയിൽ പലരും അങ്ങനെ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ സമുദായത്തിൽ ഇനിയൊരു കാലഘട്ടത്ത് നന്മയെ വല്ലാണ്ട് പ്രതീക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ടൊക്കെ നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. പടച്ചവനെ, എനിക്കായിട്ട് നീ നൽകിയിട്ടുള്ള എന്റെ ഈമാനിനെ ഹൃദയത്തിൽ വെച്ച് വേണ്ടതുപോലെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം എന്നിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ, എനിക്ക് നീ മരണം ഹൈറാക്കി തരണേ അല്ലാ. ഞാൻ ചോദിക്കാതെ എനിക്ക് നീ തന്ന ഹിദായത്ത്, ഞാൻ ചോദിക്കാതെ എനിക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം, അല്ലാഹുവേ, അത് ഞാൻ ജീവിക്കുന്നൊരു കാലഘട്ടത്തിൽ എന്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, മറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ആ ഈമാനിന്നെ മങ്ങലേറ്റു പോകുന്നുണ്ട് എങ്കിൽ പടച്ചവനെ, അങ്ങനെയുള്ള കാലഘട്ടത്തിന് എനിക്ക് കൂടുതൽ കാലം ജീവിക്കേണ്ടതില്ല. ദുഷിച്ച കാലഘട്ടത്തെ ഉള്ള ഈമാൻ കൊണ്ട് മരണമാണ് നമ്മൾക്ക് ഖൈറ് എന്ന് പരിശുദ്ധ ദീന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിപൂർണമായ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കുടുംബത്തിൽ അത്തരം സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. കുടുംബത്തിലായാലും നമ്മുടെ ബന്ധങ്ങളിലായാലും നാട്ടിലായാലും ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ, അതിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം കൂട്ടരെ. അല്ലാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ, പെരുമാറ്റങ്ങൾ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് വെറുക്കുന്ന എല്ലാ മോശമായ വഴികളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തഖ്വയുടെയും ഇസ്തിഖാമത്തിന്റെയും വഴിയിലായി അല്ലാഹു ഹൃദയത്തെ ഉറപ്പിച്ചു തരട്ടെ.